നമസ്കാരം. ഇന്ന് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കൊറോണ അഥവാ COVID-19 രോഗം. എന്നാൽ മനുഷ്യവർഗം ഇതിനു മുമ്പ് മറ്റു പല മഹാവ്യാധികളിലൂടെയും കടന്നു വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മലേറിയ. പ്ലാസ്മോഡിയം എന്ന ഒരു പ്രോട്ടോസോവയാണ് മലേറിയയ്ക്ക് കാരണം. രോഗിയായ വ്യക്തിയിൽ ഉള്ള പ്ലാസ്മോഡിയത്തെ അനോഫിലസ് വർഗത്തിൽപ്പെട്ട കൊതുകുകൾ ആരോഗ്യമുള്ള ഒരു വ്യക്തിയിലേക്ക് എത്തിക്കുന്നു. അതവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ ഒരു കാരണം കൊണ്ട് കൊതുകുകളെ നമ്മൾ വെക്ടറുകൾ എന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ മറ്റൊരു കൂട്ടം വെക്ടറുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇവയാണ് ക്ലോണിംഗ് വെക്ടറുകൾ. എന്താണ് ഈ ക്ലോണിംഗ് വെക്ടറുകളെന്ന് നമുക്കിന്ന് നോക്കാം. ക്ലോണിംഗ് എന്നാൽ മേക്കിംഗ് കോപ്പീസ് എന്നും വെക്ടർ എന്നാൽ ഏജന്റ് എന്നുമാണ് അർത്ഥം. ക്ലോണിംഗ് വെക്ടർ ഈസ് എ പീസ് ഓഫ് DNA that can be used as an agent to deliver an alien piece of DNA into host organism. ഒരു ക്ലോണിംഗ് വെക്ടർ എന്നാൽ അടിസ്ഥാനപരമായി ഒരു DNA തന്നെയാണ്. അത് ഹോസ്റ്റ് ജീവിയിലേക്ക്, ഉദാഹരണമായി ഒരു ബാക്ടീരിയ, ഒരു ഫോറിൻ DNA അതിലേക്ക് എത്തിക്കാനുള്ള ഏജന്റായി പ്രവർത്തിക്കുന്നു. എന്താണ് ഇതിൻ്റെ പർപ്പസ്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഫോറിൻ DNAയുടെ എണ്ണം ധാരാളമായി വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. നിങ്ങളുടെ ഈ വർഷത്തെ പാഠപുസ്തകത്തിൽ 2 തരം ക്ലോണിംഗ് വെക്ടറുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പ്ലാസ്മിഡ് വെക്ടറുകളും മറ്റൊന്ന് ബാക്ടീരിയോഫേജുകളും. പ്ലാസ്മിഡ് വെക്ടറുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അത് സർക്കുലർ ഷേപ്പിലുള്ള ഒരു എക്സ്ട്രാ ക്രോമസോമൽ DNA റിംഗ് ആണ്. ബാക്ടീരിയയിൽ നിന്ന് അത് പുറത്തെടുത്തതിന് ശേഷം അതിനുള്ളിൽ ഫോറിൻ DNA വെച്ച് പിടിപ്പിച്ച് തിരികെ ബാക്ടീരിയക്കുള്ളിലേക്ക് നിക്ഷേപിക്കുന്നു. ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും ബാക്ടീരിയകൾ ധാരാളമായി മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴും ഈ ഫോറിൻ DNAയുടെ എണ്ണം അതിനൊപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ബാക്ടീരിയോഫേജുകൾ ഒരു വൈറസാണ്. അത് ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുന്നു. ബാക്ടീരിയയുടെ ഉള്ളിലേക്ക് അത് സ്വന്തം DNA ഇഞ്ചക്ട് ചെയ്യുന്നു. ആ DNA ബാക്ടീരിയയുടെ ഉള്ളിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തം കമ്പോണൻസ് ഉണ്ടാക്കി അത് അസംബിൾ ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാക്കിയതിന് ശേഷം ബാക്ടീരിയയിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ ബാക്ടീരിയോഫേജുകളെ മോഡിഫൈ ചെയ്താൽ ബാക്ടീരിയക്കുള്ളിലേക്ക് ജീനുകളെ എത്തിക്കുന്ന ഏജന്റുകളായി ഇവയെ ഡെവലപ്പ് ചെയ്യാനായി സാധിക്കും. വൈറസുകളെ വെക്ടറുകളായി ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ എക്സാമ്പിളാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 12 ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്ത. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ COVID-19-എതിരെയുള്ള ആദ്യ വാക്സിനായ സ്പുട്നിക് വിയുടെ കണ്ടുപിടുത്തം ലോകത്തെ അറിയിക്കുന്ന റിപ്പോർട്ടാണ് ഇത്. Human adenovirus each carrying an S antigen of new coronavirus which enter human cells and produce an immune response. അഡിനോവൈറസ് എന്ന ഒരു വൈറസിനെ ഉപയോഗിച്ച് മനുഷ്യന്റെ സെല്ലിലേക്ക് കൊറോണ വൈറസിന്റെ ആന്റിജനായ S ആന്റിജന്റെ ജീൻ കടത്തിവിട്ട് ആന്റിബോഡി ഉൽപ്പാദിപ്പിച്ച് പ്രതിരോധശേഷി നേടുന്ന ഒരു രീതിയാണ് ഇത്. നമുക്ക് പ്ലാസ്മിഡുകളെ കുറിച്ച് വിശദമായി പഠിക്കാം. ഒരു പ്ലാസ്മിഡിനെ ക്ലോണിംഗ് വെക്ടറായി തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? What are the features that require to facilitate cloning into a vector? ഒരു പ്ലാസ്മിഡിനെ ക്ലോണിംഗ് വെക്ടറായി തിരഞ്ഞെടുക്കാൻ 3 ഘടകങ്ങൾ അത്യാവശ്യമാണ്. അതിലാദ്യത്തേത് അതിനൊരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമതായി അതിൽ ഒരു സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കണം. മൂന്നാമതായി അതിൽ ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ടായിരിക്കണം. ഒരു ക്ലോണിംഗ് വെക്ടറായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന് ഒരു പ്ലാസ്മിഡിന് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ORI ജീൻ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ORI എന്നാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ദിസ് ഈസ് എ സീക്വൻസ് ഫ്രം വെയർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. ഈ ഒരു ജീനിൽ നിന്നാണ് പ്ലാസ്മിഡ് ഇരട്ടിക്കുന്നത്. അതുകൂടാതെ ROP എന്ന ഒരു ജീൻ കൂടെയുണ്ട്. ROP എന്നാൽ റിപ്രസർ ഓഫ് പ്ലാസ്മിഡ് കോപ്പി എന്നാണ്. ഒരു പ്ലാസ്മിഡിൻ്റെ റെപ്ലിക്കേഷൻ്റെ ക്രമം
അതിൻ്റെ എണ്ണം നിയന്ത്രിക്കുന്നത് ROP ജീനാണ്. ഇതുകൂടാതെ ഒരു ജീനിൻ്റെ അനവധി കോപ്പി കിട്ടുന്നതിനായി ആ ജീൻ ധാരാളം മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു പ്ലാസ്മിഡിൽ ലിങ്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാധാരണയായി ഒരു പ്ലാസ്മിഡ് റോളിംഗ് സർക്കിൾ രീതിയിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് ORIയിൽ നിന്ന് ആരംഭിച്ച് DNA പോളിമറൈസ് എൻസൈമിൻ്റെ സഹായത്തോടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഒരു പ്ലാസ്മിഡിനെ ക്ലോണിംഗ് വെക്ടറായി തിരഞ്ഞെടുക്കപ്പെടേണ്ടതിന് രണ്ടാമതായി ഉണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് അതിൽ സെലക്റ്റബിൾ മാർക്കറുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. വെക്ടർ റിക്വയർസ് എ സെലക്റ്റബിൾ മാർക്കർ വിച്ച് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈയിങ് ആൻഡ് എലിമിനേറ്റിംഗ് നോൺ ട്രാൻസ്ഫോർമൻസ് ആൻഡ് സെലക്റ്റീവ്ലി പെർമിറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ഫോർമൻസ്. വെക്ടറിന് ഒരു സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ട്രാൻസ്ഫോംഡ് ആയ ബാക്ടീരിയകളിൽ നിന്നും നോൺ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയകളെ തിരിച്ചറിയാനും നോൺ ട്രാൻസ്ഫോമൻസുകളെ ഒഴിവാക്കാനും സാധിക്കുകയുള്ളൂ. പ്ലാസ്മിഡുകൾ ക്ലോണിംഗ് വെക്ടറുകളാണല്ലോ. ഇവയിലാണ് നമ്മൾ ഫോറിൻ DNA വെച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഫോറിൻ DNA വെച്ചു കൊടുത്ത പ്ലാസ്മിഡുകൾ ഉള്ള ഒരു മീഡിയത്തിൽ നമ്മൾ ബാക്ടീരിയകളെ നിക്ഷേപിച്ചാൽ ചില ബാക്ടീരിയകൾ ഈ പ്ലാസ്മിഡുകളെ ടേക്കപ്പ് ചെയ്യുന്നു. ഇത്തരം ബാക്ടീരിയകളെ നമ്മൾ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയകൾ അഥവാ ട്രാൻസ്ഫോമൻസ് എന്നാണ് വിളിക്കുന്നത്. ടേക്കപ്പ് ചെയ്യാത്ത ബാക്ടീരിയകളെ നോൺ ട്രാൻസ്ഫോമൻസ് അഥവാ നോൺ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു ചെറിയ ഡെമോ നമുക്ക് കണ്ടുനോക്കാം. ഈ ഡെമോൺസ്ട്രേഷനിൽ പ്ലാസ്റ്റിക് ക്യാപ്സൂളുകളെ ബാക്ടീരിയൽ കോളനിയായും അയൺ ബോളുകളെ പ്ലാസ്മിഡുകളായും കൺസിഡർ ചെയ്യുക. ബാക്ടീരിയൽ കോളനികളിൽ ചില ബാക്ടീരിയകൾക്കുള്ളിലേക്ക് പ്ലാസ്മിഡുകളെ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇത്തരത്തിൽ പ്ലാസ്മിഡുകൾ ഇൻസേർട്ട് ചെയ്ത ബാക്ടീരിയകളെ ട്രാൻസ്ഫോംഡ് ബാക്ടീരിയകൾ അഥവാ ട്രാൻസ്ഫോമൻസ് എന്ന് പറയുന്നു. ഇപ്രകാരം ബാക്ടീരിയൽ പ്ലാസ്മിഡ് വിത്ത് റീകോംബിനന്റ് DNA അത്തരം ബാക്ടീരിയകളെയാണ് ട്രാൻസ്ഫോംഡ് ബാക്ടീരിയകൾ എന്ന് പറയുന്നത്. ഇപ്രകാരം ട്രാൻസ്ഫോമൻസും നോൺ ട്രാൻസ്ഫോമൻസുമുള്ള ഒരു മിക്സ്ചറിൽ നിന്നും ട്രാൻസ്ഫോംഡ് ബാക്ടീരിയകളെ വേർതിരിക്കാൻ മാഗ്നറ്റിസം ഒരു മാർക്കറായി ഉപയോഗിച്ചാൽ മതി. റിയൽ സിറ്റുവേഷനിൽ ബാക്ടീരിയക്കുള്ളിലെ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും മാഗ്നറ്റിസം കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അതിനായി ബാക്ടീരിയകളിലെ പ്ലാസ്മിഡിലെ 2 ജീനുകൾ നമ്മളെ സഹായിക്കും. AMBR, TET-R എന്നിങ്ങനെയുള്ള 2 ജീനുകൾ ആംബിസിലിൻ റെസിസ്റ്റന്റിനെയും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസിനെയും സൂചിപ്പിക്കുന്നു. ഈ പ്ലാസ്മിഡ് ഉള്ള ബാക്ടീരിയക്ക് സ്വാഭാവികമായും ആംബിസിലിൻ, ടെട്രാസൈക്ലിൻ എന്നീ 2 ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധശേഷി ഉണ്ടായിരിക്കും. എന്നാൽ ഈ പ്ലാസ്മിഡ് ഇല്ലാത്ത മറ്റൊരു ബാക്ടീരിയ സങ്കല്പിക്കുക. അവർക്ക് തീർച്ചയായും ഈ ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധശേഷി ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ട്രാൻസ്ഫോംഡ് ആയ ബാക്ടീരിയക്ക് ഈ പ്ലാസ്മിഡ് ഉണ്ട്, നോൺ ട്രാൻസ്ഫോമൻസിന് അതില്ല. അതുകൊണ്ട് ട്രാൻസ്ഫോമൻസിനെ നോൺ ട്രാൻസ്ഫോമൻസിൽ നിന്ന് വേർതിരിക്കാനുള്ള മാർക്കറുകളായി നമുക്ക് ഈ 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളെ ഉപയോഗിക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ഒരു പ്ലാസ്മിഡിന്റെ ഡയഗ്രമാണത്. ഓറഞ്ച് ആരോസ് സൂചിപ്പിക്കുന്നത് ആംപിസിലിൻ, ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനുകളാണ്. അതിനർത്ഥം ഈ പ്ലാസ്മിഡുള്ള ബാക്ടീരിയകൾക്ക് തീർച്ചയായും ഈ ആന്റിബയോട്ടിക്കുകളോട് പ്രതിരോധശേഷി ഉണ്ടായിരിക്കും. ഇവിടെ ഒരു ഗ്രോത്ത് മീഡിയത്തിലേക്ക് നോൺ ട്രാൻസ്ഫോമന്റ് ബാക്ടീരിയകളെ നിക്ഷേപിക്കുകയാണ്. ആ മീഡിയത്തിൽ നമ്മൾ ആംപിസിലിൻ ആഡ് ചെയ്യുമ്പോൾ നോൺ ട്രാൻസ്ഫോമന്റ് ബാക്ടീരിയകൾക്ക് ആംപിസിലിനെ അതിജീവിക്കാൻ സാധിക്കില്ല. കാരണം അവർക്ക് അതിനുള്ള ജീൻ ഇല്ലാത്തതാണ് കാരണം. എന്നാൽ ട്രാൻസ്ഫോമന്റ് ബാക്ടീരിയകൾക്ക് ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീൻ ഉള്ളതുകൊണ്ട് അത് ഈ ആന്റിബയോട്ടിക്കിനെ അതിജീവിക്കുകയും ഗ്രോത്ത് മീഡിയത്തിൽ പെരുകുകയും ചെയ്യുന്നു. ഇപ്രകാരം ട്രാൻസ്ഫോമന്റ് ബാക്ടീരിയകളിൽ നിന്നും നോൺ ട്രാൻസ്ഫോമന്റ് ബാക്ടീരിയകളെ ഒഴിവാക്കി അവയെ വേർതിരിച്ചെടുക്കാനായി ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളെ ഒരു മാർക്കറായി ഉപയോഗിക്കാം. ആംപിസിലിൻ, ടെട്രാസൈക്ലിൻ തുടങ്ങിയ റെസിസ്റ്റന്റ് ജീനുകൾ മാത്രമല്ല,
കാനമൈസിൻ, ക്ലോറാംഫെനിക്കോൾ തുടങ്ങിയ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളും മാർക്കറുകളായി സാധാരണ ഉപയോഗിക്കാറുണ്ട്. പ്ലാസ്മിഡിനെ ക്ലോണിംഗ് വെക്ടറായി കൺസിഡർ ചെയ്യുന്നതിന് വേണ്ട മൂന്നാമത്തെയും അവസാനത്തെയുമായ ഗുണമാണ് അതിൽ ക്ലോണിംഗ് സൈറ്റുകൾ ഉണ്ടായിരിക്കുക എന്നുള്ളത്. എന്താണ് ക്ലോണിംഗ് സൈറ്റുകൾ? In order to link the alien DNA, the vector needs to have very few, preferably single recognition site for the commonly used restriction enzymes. അതായത് ഫോറിൻ DNA അഥവാ ഏലിയൻ DNA വെച്ചുപിടിപ്പിക്കുന്നതിനായി ഒരു വെക്ടറിൽ റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് മുറിക്കാൻ കഴിയുന്ന ഒരു റെക്കഗ്നിഷൻ സീക്വൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇതിനെയാണ് ക്ലോണിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വെക്ടറിൽ ഒരു റെസ്ട്രിക്ഷൻ എൻസൈമിന് ഒന്നിലധികം റെക്കഗ്നിഷൻ സീക്വൻസ് അഥവാ ക്ലോണിംഗ് സൈറ്റ് ഉണ്ടാകാൻ പാടില്ല. പ്രസൻസ് ഓഫ് മോർ ദാൻ വൺ റെക്കഗ്നിഷൻ സൈറ്റ് വിത്തിൻ ദ വെക്ടർ വിൽ ജനറേറ്റ് സെവറൽ ഫ്രാഗ്മെന്റ്സ് വിച്ച് വിൽ കോംപ്ലിക്കേറ്റ് ദ ജീൻ ക്ലോണിംഗ്. ഈ ഒരു ഡയഗ്രം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. താഴെയുള്ള പ്ലാസ്മിഡിൽ 2 റെക്കഗ്നിഷൻ സൈറ്റ് അഥവാ ക്ലോണിംഗ് സൈറ്റുകളുണ്ട്. അതിനാൽ പ്ലാസ്മിഡ് റിംഗ് ബ്രേക്ക് ചെയ്ത് കഷ്ണങ്ങളായി മുറിഞ്ഞിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. പാഠപുസ്തകത്തിലുള്ള ഒരു പ്ലാസ്മിഡിൻ്റെ ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന സിസേഴ്സിൻ്റെ സൈൻ ക്ലോണിംഗ് സൈറ്റുകളെ സൂചിപ്പിക്കുന്നു. സാധാരണയായി ഏലിയൻ DNA വെച്ചുപിടിപ്പിക്കുന്നത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളിലാണ്. ഈ ചിത്രത്തിൽ AMP-R, TET-R എന്നിങ്ങനെയുള്ള 2 ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളെ കാണാം. ഇതിൽ TET-Rൽ BAMH1 എന്ന റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം പ്രവർത്തിച്ച് ഇതിനെ കട്ട് ചെയ്യുന്നു. ഈ ഡയഗ്രത്തിൽ കാണുന്ന പ്ലാസ്മിഡിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനും ആംപിസിലിൻ റെസിസ്റ്റന്റ് ജീനുമുണ്ട്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീനിൽ ഏലിയൻ ജീൻ വെച്ചുകൊടുക്കുന്നതിനാൽ ബാക്ടീരിയക്ക് ടെട്രാസൈക്ലിനോടുള്ള പ്രതിരോധശേഷി നഷ്ടപ്പെടുന്നു. ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ DNA അറ്റ് BAMH1 സൈറ്റ് ഓഫ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റന്റ് ജീൻ ഇൻ ദ പ്ലാസ്മിഡ് വിൽ ലൂസ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഓഫ് ദ ബാക്ടീരിയ. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. എങ്ങനെയാണ് ഒരു ജീൻ പ്രവർത്തിക്കുന്നത്? പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ജീനുകളും പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ ജീൻ കട്ട് ചെയ്താൽ, അവിടെ പുതിയൊരു ജീൻ വെച്ചുപിടിപ്പിച്ചാൽ തീർച്ചയായും ആ DNA സീക്വൻസിൽ ചേഞ്ച് വരികയും പിന്നീട് പ്രോട്ടീൻ പ്രൊഡക്ഷൻ നടക്കാതാവുകയും ചെയ്യും. DNAയിലെ നൈട്രജൻ ബേസുകളുടെ ക്രമീകരണം അനുസരിച്ചാണ് പ്രോട്ടീനുകളുടെ നിർമ്മാണം നടക്കുന്നത്. ഈ ബേസുകളുടെ ക്രമീകരണത്തിലുള്ള ചെറിയ മാറ്റം പോലും ജീൻ ഇനാക്റ്റീവാക്കി മാറ്റി പ്രോട്ടീൻ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നു. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ദ കാറ്റ് ക്യാൻ നാപ്പ് എന്ന സെന്റൻസിലേക്ക് നോട്ട് എന്ന വേർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മീനിങ് മാറിപ്പോകുന്നു. ദ കാറ്റ് കനോട്ട് നാപ്പ് എന്നായി മാറുന്നു. ഒരു ജീനിലേക്ക് മറ്റൊരു ജീൻ ഇൻസേർട്ട് ചെയ്യപ്പെടുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. ഈ ഒരു പ്ലാസ്മിഡ് ശ്രദ്ധിക്കുക. ഇവിടെ TET-R ജീനിൽ ഏലിയൻ DNA ഇൻസേർട്ട് ചെയ്തതുകൊണ്ട് TET-R ജീൻ ഇനാക്റ്റീവായി പോകുന്നു. ഈ പ്രക്രിയയാണ് ഇൻസേർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. എങ്കിലും AMP-R എന്ന ജീൻ ഇൻടാക്റ്റ് ആയതിനാൽ ഇതിനെ മാർക്കറായി ഉപയോഗിച്ച് ട്രാൻസ്ഫോമൻസിൽ നിന്നും നോൺ ട്രാൻസ്ഫോമന്റ് ബാക്ടീരിയകളെ വേർതിരിക്കാനായി സാധിക്കും. ഇൻസെർഷണൽ ഇനാക്ടിവേഷന്റെ ഡെഫിനിഷൻ നോക്കാം. എ റീകോമിനന്റ് DNA is inserted within the coding sequence of a gene, result into the inactivation of that gene, which is referred to as insertional inactivation. ഒരു ജീനിന്റെ കോഡിംഗ് സീക്വൻസിലേക്ക് ഒരു റീകോമിനന്റ് DNA വെച്ചുപിടിപ്പിച്ചാൽ അത് ആ ജീനിനെ ഇനാക്റ്റീവാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയാണ് ഇൻസെർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതുവരെ നിങ്ങൾ പഠിച്ചത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീനുകളായ TET-R, AMP-R എന്നിവയെ സെലക്റ്റബിൾ മാർക്കറുകളായി ഉപയോഗിക്കുന്ന രീതിയാണ്.
എന്നാൽ അതല്ലാതെയും ചില ജീനുകളെ മാർക്കറുകളായി ഉപയോഗിക്കാൻ പറ്റും. ഇവയെ ആൾട്ടർനേറ്റ് മാർക്കേഴ്സ് എന്ന് പറയുന്നു. ഇതിനൊരു ഉദാഹരണമാണ് ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഉൽപ്പാദിപ്പിക്കുന്ന LAC ജീൻ. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Alternate selectable markers differentiate recombinants from non-recombinants on the basis of their ability to produce color in the presence of a chromogenic substance. ഗ്രോത്ത് മീഡിയത്തിൽ കളർ ഉൽപ്പാദിപ്പിക്കുന്ന കഴിവിന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ഫോമൻസിനെയും നോൺ ട്രാൻസ്ഫോമൻസിനെയും വേർതിരിക്കുകയാണ് ആൾട്ടർനേറ്റ് മാർക്കേഴ്സ് ചെയ്യുന്നത്. നമുക്ക് ഈ ബാക്ടീരിയയുടെ പ്ലാസ്മിഡ് ഒന്ന് പരിശോധിക്കാം. ഇതിൽ ORI ആംബിസിലിൻ റെസിസ്റ്റന്റ് ജീൻ കൂടാതെ താഴെയായി ബീറ്റ ഗാലക്ടോസിഡേസ് ഉൽപ്പാദിപ്പിക്കുന്ന LAC ജീനും കാണാം. ഈ ജീനാണ് ബാക്ടീരിയക്ക് നോർമൽ സാഹചര്യങ്ങളിൽ അത് വളരുന്ന മാധ്യമത്തിൽ ബ്ലൂ കളർ കൊടുക്കുന്നത്. Normally, if the plasmid in the bacteria does not have an insertion, the colonies produce blue color in the presence of chromogenic substance. സാധാരണയായി ബാക്ടീരിയയുടെ പ്ലാസ്മിഡിൽ ഇൻസർഷൻ ഒന്നും നടന്നില്ല എങ്കിൽ ബാക്ടീരിയ പതിവ് പോലെ അതിൻ്റെ കോളനിക്ക് ബ്ലൂ കളർ കൊടുക്കുന്നു. എന്നാൽ ബാക്ടീരിയയുടെ ബീറ്റ ഗാലക്ടോസിഡേസ് ജീനിലേക്ക് നമ്മൾ ഒരു റീകോംബിനന്റ് DNA അറ്റാച്ച് ചെയ്താൽ അതോടെ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈമിന്റെ പ്രൊഡക്ഷൻ നിലച്ചുപോകുന്നു. A recombinant DNA is inserted within the coding sequence of the enzyme beta galactosidase. This results into the inactivation of that enzyme, which is called insertional inactivation. ഇപ്രകാരം ഇനാക്റ്റീവ് ആയ ജീൻ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനാൽ അപ്രകാരം ഉണ്ടാകുന്ന കോളനികൾക്ക് കളർലെസ് ആയിരിക്കും, അല്ലെങ്കിൽ വൈറ്റ് കളറായിരിക്കും. ഇത് സൂചിപ്പിക്കുന്നത് റീകോംബിനന്റ് കോളനികളെയാണ്. ഇവിടെ LAC ജീനിൽ BAMH1 എൻസൈം ഉപയോഗിച്ച് ഒരു മുറിവുണ്ടാക്കുകയാണ്. ആ മുറിവിലേക്ക് നമുക്കാവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇൻസേർട്ട് ചെയ്യുന്നു. ശ്രദ്ധിക്കുക, ഇപ്രകാരം ഒരു ജീനിൽ മറ്റൊരു ജീൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ജീൻ ഇനാക്റ്റീവായി പോവുകയാണ്. ഈ പ്രക്രിയയാണ് ഇൻസർഷണൽ ഇനാക്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ജീൻ ഇൻസെഷൻ നടന്ന പ്ലാസ്മിഡിൽ അവിടെ ബീറ്റ ഗാലക്ടോസിഡേസ് എൻസൈം ഉണ്ടാകുന്നില്ല. എന്നാൽ നോർമൽ പ്ലാസ്മിഡിൽ ബീറ്റ ഗാലക്ടോസിഡേസ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇതിൻ്റെ കോളനികളെ ശ്രദ്ധിച്ചാൽ ജീൻ ഇൻസെഷൻ നടന്ന ബാക്ടീരിയകൾ വൈറ്റ് കളറിലെ കോളനികൾ ഉണ്ടാക്കുന്നു. എന്നാൽ ഇൻസെഷൻ നടക്കാത്ത ബാക്ടീരിയകൾ സാധാരണഗതിയിൽ ബ്ലൂ കളറിലുള്ള കോളനികളാണ് സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ന് പഠിച്ച ഭാഗങ്ങളായ ക്ലോണിംഗ് വെക്ടേഴ്സ്, അതിൻ്റെ 2 ടൈപ്പുകൾ, ഒരു ക്ലോണിംഗ് വെക്ടർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തെല്ലാം, ഇൻസർഷണൽ ഇനാക്ടിവേഷൻ, ഇതെല്ലാം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളാണ്. ശ്രദ്ധയോടെ ഇതെല്ലാം പഠിക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. താങ്ക് യു.